എന്റെ അമ്മാവ് എന്തിനാ അവന് ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിയാൻ? എന്റെ മോളെ, എനിക്ക് സത്യമായിട്ട് എനിക്കറിയാം, ഇവൻ കഥ പറയണതാണ്. അയ്യോ കഥയാ? വൃത്തിയോടെ പറയാം. നിങ്ങളല്ലേ മനുഷ്യന്റെ വിള എടുത്തെറിഞ്ഞ എന്റെ ചെരുപ്പ്? എപ്പോഴെന്നാ? വൃത്തിയോടെ പറയട്ടോ. മര്യാദയ്ക്ക് എനിക്ക് 1200 രൂപ തന്നോ? അമ്മാവാ 1200 അല്ലേ കൊടുത്തേക്ക് അവന്. നീ എന്തോന്ന് മോളെ പറയണത്? 1200 എന്റെ ഉണ്ട് 1200 രൂപ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവനെന്തിനാ 1200 കൊടുക്കണം? നിങ്ങൾ തരണ്ട, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. കളിക്കരുത്. എടാ പാവി, ഞാൻ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. നീ അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോക്കെ. നീ എന്തിനാ എനിക്ക് പൈസ തരുന്നത്? നീയാണ് എന്റെ ചെരുപ്പ് എടുത്ത് കളഞ്ഞത്, അല്ലല്ലോ. നിനക്ക് ക്യാഷ് മതിയോ? പൈസ പോരെ നിനക്ക്? അത് വാങ്ങിച്ചോണ്ട് പോ നീ. എടാ വെച്ചിട്ട് പോവാൻ നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ അടവും കൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിളയിലെടുത്ത് എറിയാൻ നിങ്ങളെ നോക്കിക്കോ. പൊടച്ചക്കറെ അമ്മാവാ എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇത് എല്ലാവർക്കും നാണക്കേട് വരുന്ന കാര്യമല്ലേ? എന്റെ ഒരു ഫുള്ളിന്റെ പൈസ പോയിരിക്കും, തന്നേക്കാൻ തിരിച്ച് കാണിക്കും. ഇത് കൊള്ളാല്ലേ? ഞാൻ 1200. ഇവരെന്തൊക്കെയാ പറയണത്? ഞാൻ എപ്പോഴും അവൻ്റെ 1200 വാങ്ങിച്ചത്? പാത്രം എടുത്തോണ്ട് പോണു. അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ജയനെ. ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, ഇവരെന്നിപ്പോ പറഞ്ഞത്? നിനക്കെന്നെ കൊല്ലണോടാ? നിന്നെ പേടിച്ച് നാട് വിടണോ? ഇന്നലെ നിന്റെ ഭാഗത്ത് ന്യായമായതുകൊണ്ട് നീ തന്ന അടിയും വാങ്ങിച്ചാൽ മിണ്ടാതിരുന്നു. അതവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം. ഇനി എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാ നിന്നാണോ ജയ? നിന്നെ ഞാൻ ഗോതമുണ്ട തീറ്റിക്കും. നിങ്ങൾ എന്തോന്നൊക്കെ പറയണത്? കണ്ണൂർ സ്ക്വാഡിന്റെ കഥ. നീയല്ലടാ എൻ്റെ ബൈക്കിന്റെ മഡ്ഗാർഡ് ചവിട്ടി പിടിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിഞ്ഞൂടാത്തോലെ പൊട്ടം കളിക്കണം. മര്യാദയ്ക്ക് നീ പൈസ തന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേരിൽ കേസെടുക്കും. ഞാൻ എപ്പോഴും നീ ഇതൊക്കെ ചെയ്തത്? നേരവും കാലമൊക്കെ ഞാൻ നിന്റെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം. നീ പോയി പൈസ എടുത്തിട്ടോ. ചെല്ല് ചെല്ലേ. എന്താ മാവ പ്രശ്നം? എനിക്കൊന്നും അറിഞ്ഞൂടാ മോളെ. ഇയാൾ വന്ന് എന്തൊക്കെയോ പറയണു. സാർ പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഭീകരനൊന്നുമല്ല. ഞാൻ ഒരു തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. കൊച്ചിനറിയാമോ ഞാൻ എൻ്റെ ബൈക്കിനെ കൊണ്ടു നടക്കണത്? നോക്ക് നോക്ക്, എൻ്റെ സ്വന്തം കൊച്ചിനെ പോലെയാണ് ഞാൻ നോക്കണത്. എന്നിട്ട് ഈ കാലം മാടൻ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എൻ്റെ മഡ്ഗാർഡ് ചവിട്ടി പൊട്ടി. നോക്ക്, ഗഫൂർ ഖാ ദോസ്തിനെ പോലെ ഇരിക്കുന്നത്. എന്റെ അങ്കിൾ എന്തിനാ ഓരോരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? എന്റെ പൊന്നു മോളെ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാനല്ല. എനിക്ക് പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ നിമിഷം കേസെടുക്കും. എനിക്ക് അതിനുള്ള തെളിവുണ്ട് എൻ്റെ കയ്യിൽ. എന്തിനമ്മ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിൽക്കുന്നേ? മോളെ, നീയും കൂടി ഇങ്ങനെ ആയാ? എന്താ ഞാനും കൂടി? കുറച്ച് മുന്നേ ഇത് തന്നെയല്ലേ പറഞ്ഞത് വേറെ ആള് വന്നിട്ട്? ഇതെന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നേ? ഉള്ള പോക്കർത്തനം കാണിച്ചു വെച്ചിട്ട് ബാബു നമ്പൂരിയെ പോലെ പാവം അഭിനയിക്കില്ല കേട്ടാ. കേട്ടാ, നീ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ സ്വഭാവം അറിഞ്ഞോളൂ നിനക്ക്. പൈസ കിട്ടണം എനിക്ക്. എത്തണ്ടാ? ഇപ്പൊ എനിക്കാണല്ലോ നഷ്ടം മുഴുവനും. 2000 രൂപ മഡ്ഗാർഡിന്റെ ചാർജും പണിക്കൂലി ഉൾപ്പെടെ 2000. സാറേ നമ്പർ പറ, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. 9895 81 8080. ആ ടിക്ക് കാണണം, ബ്ലൂ ടിക്ക്. സാർ അയച്ചിട്ടുണ്ട്. ഇവിടെ നോട്ട്. ഫോണെടുത്ത് നോക്ക് സാറേ. ആ വന്നു. പൈസ തന്നോണ്ട് ഞാൻ നിന്നെ ഇപ്പൊ വെറുതെ വിട്ടേക്കുന്നു. കിട്ടിയില്ല, ഇനിയൊന്നും പോ. ഈ കൊച്ചു, ഈ നല്ലൊരു ഭംഗിയുള്ള കൊച്ചു പറഞ്ഞുകൊണ്ട്, ചാരു പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കും. എൻ്റെ ഗുണ്ടായുസം എൻ്റെ അടുത്ത്.